മൈലാഞ്ചി അരച്ച് വയറിൽ പുരട്ടിയാൽ വയറുവേദന ശമിക്കുമെന്ന് കാണാം. വായ്നാറ്റം, ശരീരത്തിന് അവിടെ ഇവിടെയായിട്ടൊക്കെ തടിക്കൽ എന്നിവയ്ക്കൊക്കെ മൈലാഞ്ചി നല്ലതായിട്ട് കാണാം. അതുപോലെ തന്നെ ചൊറി, ചിരങ്ങ് തുടങ്ങിയ ചർമ്മരോഗങ്ങൾക്കൊക്കെ മൈലാഞ്ചി അരച്ച് പുരട്ടലൊക്കെ ഉത്തമമാണെന്ന് കാണാം. പീസ് ലൈറ്റ് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. മനുഷ്യനെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു രോഗമാണ് തലവേദന. ഈ തലവേദന എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ്. പല രോഗങ്ങളുടെയും ഒക്കെ മുന്നറിയിപ്പാണെന്ന് നമുക്ക് പറയാം വേണമെങ്കിൽ. പക്ഷേ ഇത് ഹൃദയത്തിന് പോലും ചില സമയങ്ങളിൽ വിഷമമുണ്ടാക്കും. സാധാരണഗതിയിൽ സാരമായ രോഗമൊന്നുമല്ല ഈ തലവേദന, എങ്കിലും ചിലപ്പോൾ അസഹ്യമായി തീരാറുള്ളൊരു അസുഖമാണ് ഈ തലവേദന. മനസ്സിനും ശരീരത്തിനും ഒരേ സമയം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു വ്യാധിയും കൂടിയാണത്. കുഴഞ്ഞു പറഞ്ഞ് സങ്കീർണ്ണ പ്രശ്നങ്ങളെ നമ്മൾ തലവേദനയോട് ഉപമിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇത് വല്ലാത്തൊരു തലവേദനയായി പോയല്ലോ. ഈ ശൈലി വളരെ പ്രചാരത്തിലുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ഒരു വിഷമമേറിയ വ്യാധിയാണ് ഈ തലവേദന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ തലവേദനയ്ക്ക് ശരിക്കും ഉത്തമമായ ഒരു പ്രതിവിധി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇബ്നു മാജ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, തലവേദനയ്ക്ക് മൈലാഞ്ചി അരച്ചു പുരട്ടാൻ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തലവേദന അനുഭവപ്പെട്ടപ്പോൾ മൈലാഞ്ചി ഉപയോഗപ്പെടുത്തിയിരുന്നതായിട്ട് കാണാം. മറ്റുള്ളവരോട് അത് ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തലവേദനയ്ക്ക് മൈലാഞ്ചി കൊണ്ട് ചികിത്സ നടത്തിയതായിട്ടും അതുപോലെ തന്നെ മൈലാഞ്ചി അരച്ച് നെറ്റിയിൽ പുരട്ടിയാൽ തലവേദന മാറും, തലവേദനയ്ക്ക് മൈലാഞ്ചി അരച്ച് പുരട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്രദമാണ്. ഇങ്ങനെ ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും തലവേദനയ്ക്ക് മൈലാഞ്ചി അരച്ച് പുരട്ടാൽ പ്രയോജനപ്രദമാണ്, അതിന് ശിഫയുണ്ട് എന്ന് നമുക്ക് ഈ ഹദീസിൽ നിന്നും മനസ്സിലാക്കാം. ഇന്ന് മൈലാഞ്ചി സ്ത്രീ സൗന്ദര്യത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മുസ്ലിം സ്ത്രീകൾ പ്രത്യേകിച്ചും മതപരമായിട്ടൊരു പരിഭാഷം കൂടി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാടകം, സിനിമാ പാട്ട് എന്നിവയിലെല്ലാം മൈലാഞ്ചി ഇപ്പോൾ കടന്നുകൂടിയിട്ടുണ്ട്. പെരുന്നാൾ കല്യാണം, ഒൽപ്പന, അതുപോലെ തന്നെ മൈലാഞ്ചി കല്യാണം, ഇങ്ങനെയൊക്കെ മൈലാഞ്ചി ബേസ് ചെയ്തുകൊണ്ട് പെൺകുട്ടികൾ ഇതിനെ കാണാറുണ്ട്. എന്നാൽ അവ ആരും സൗന്ദര്യം കൂട്ടാൻ ഉതകുന്ന ഒരു ചെടി എന്നതിൽ കവിഞ്ഞ് മൈലാഞ്ചിയുടെ ഈ ഔഷധ ഗുണത്തെക്കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ടില്ല. മൈലാഞ്ചി അരച്ച് വയറിൽ പുരട്ടിയാൽ വയറുവേദന ശമിക്കുമെന്ന് കാണാം. വായ്നാറ്റം, ശരീരത്തിന് അവിടെ ഇവിടെയായിട്ടൊക്കെ തടിക്കൽ എന്നിവയ്ക്കൊക്കെ മൈലാഞ്ചി നല്ലതായിട്ട് കാണാം. അതുപോലെ തന്നെ ചൊറി, ചിരങ്ങ് തുടങ്ങിയ ചർമ്മരോഗങ്ങൾക്കൊക്കെ മൈലാഞ്ചി അരച്ച് പുരട്ടലൊക്കെ ഉത്തമമാണെന്ന് കാണാം. തലവേദനയ്ക്കുള്ള വേറൊരു ഒറ്റമൂലിയുണ്ട്, അത് ഇരട്ടി മധുരമാണ്. അപ്പോൾ ഇതിന് തലവേദനയ്ക്ക് ഇത് പൊടിയാക്കിയിട്ട് നസ്യം ചെയ്താൽ തലവേദന മാറും എന്ന് കാണാം. അതുപോലെ തന്നെ നന്ദ്യാർവട്ടപ്പൂ, അത് വാസനിച്ചാലും തലവേദന മാറുന്നതായിട്ട് കാണാം. ഇരട്ടി മധുരം പൊടിച്ച് ഭസ്മമാക്കി അത് തരിച്ചെടുത്തിട്ട് മൂക്കിൽ വലിച്ചാൽ തലവേദന മാറുന്നതായിട്ട് കാണാം. അപ്പോൾ തലവേദനയ്ക്ക് ഇത്യാദി കാര്യങ്ങളൊക്കെ നാച്ചുറലായിട്ടുള്ള ചികിത്സകളാണിത്. അപ്പോൾ ഇതൊക്കെ ചെയ്യാതെ എളുപ്പം പെട്ടെന്ന് മാറാൻ നമ്മൾ മറ്റുള്ള മെഡിസിൻ ആശ്രയിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊക്കെ നമ്മളൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ചെയ്യേണ്ടതാണ്. ജീവിതത്തിലൊക്കെ ഇതൊക്കെ നമ്മൾ എത്തിക്കേണ്ട ഒരു കാര്യമാണ്. തലവേദനയ്ക്കുള്ള ഒറ്റമൂലികളാണ് ഈ പറഞ്ഞതൊക്കെ. ഇതൊക്കെ നമുക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തി നിങ്ങൾ ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അങ്ങനെയാകുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.